വൺ സൈഡ് ലവും ടു സൈഡ് ലവും ഉണ്ടാവുന്ന സമയത്ത് വൺ സൈഡ് ലവ് എന്തുമാത്രം ബോയ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ സിംഗിൾ ടിക്ക് കഴിഞ്ഞ് ഡബിൾ ടിക്കിന് ഒരു കാത്തിരിപ്പാണ്, ഡബിൾ ടിക്ക് കഴിഞ്ഞ് ബ്ലൂ ടിക്കിന് വേണ്ടി ഒരു കാത്തിരിപ്പുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവര് നമ്മളറിയാതെ ബാക്കിയുള്ളവർ കാണാതെ നമ്മളോട് ചിരിക്കണം. ഈ ചിരിക്കുന്നത് വേറെ ആരും കാണരുത്, അയക്കുന്ന മെസ്സേജ് വേറെ ആരും കാണാതെ റീഡ് ചെയ്യണം. ഇതൊക്കെ വൺ സൈഡ് ലവറിന്റെ എഫേർട്ടാണ്. ഇനി ടു സൈഡ് ലവറിന്റെ പ്രത്യേകതയോ, ഇത് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ടു സൈഡ് ലവിലാവുമ്പോൾ ഏറ്റവും കൂടുതൽ ഈഗോ വർക്കൗട്ട് ആവുക. ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴും കൊളാബറേഷൻ സ്കിൽ അവരിൽ നഷ്ടപ്പെടാൻ കാരണം എന്താ? രണ്ട് കൂട്ടരിലും വരുന്ന ഓവർ പൊസസീവ്നെസ് ആണ്. മെയിലിലും ഉണ്ട് ഫീമെയിലിലും ഉണ്ട്. ഏറ്റവും കൂടുതൽ പൊസസീവ് ഉള്ളത് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ? ഏത് സമയത്താ സ്ത്രീകൾക്ക് പൊസസീവ്നെസ് കൂടുക? സംസാരിക്കും. അത് മാത്രല്ല, എനിക്ക് എന്ത് കൃത്യമായിട്ട് അറിയാൻ നോക്കി നിങ്ങള്, ഇതൊക്കെ എനിക്ക് അറിയാം. അത് മാത്രല്ല, പൊസസീവ്നെസ് എപ്പോഴും കൂടെ നമുക്ക് സ്വന്തമായി എന്ന് ഉറപ്പാവുന്ന സാഹചര്യത്തില, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. പുരുഷന്മാരാണെങ്കിലോ അതിന്റെ മുൻപ് തന്നെ പൊസസീവ്നെസ് തുടങ്ങിയിട്ടുണ്ടാവും. അവര് നോക്കുന്ന കുട്ടിയെ വേറെ ആരും നോക്കാൻ പാടില്ല, വേറെ ആരും ചിരിക്കാൻ പാടില്ല, പൊസസീവ്നെസ് ഉണ്ടാവും. ഈ റിലേഷൻഷിപ്പിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. രാവിലത്തെ ഗുഡ് മോർണിംഗ് മെസ്സേജ്, ഭക്ഷണം കഴിച്ചെടുക്കുന്ന സമയത്ത്, കൈ കഴുകുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാലും നമ്മൾ കരുതി കൂട്ടി ചോദിക്കും ഭക്ഷണം കഴിച്ചോ? വൺ സൈഡ് ലവർ. ഇനി ടു സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈഗോ വർക്കൗട്ടായി അവസാനം മറ്റേ പുറത്തുള്ള ആളെടുത്തുനിന്ന് ഒരു ഓക്കെ കിട്ടുന്നത് വരെ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേഷനിലായിരിക്കും. ഈ ഓക്കെ കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ തട്ടത്തിമറയത്തിൽ പറയുന്ന പോലെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്.